ഒരു പ്രീവിയസ് ക്വസ്റ്റൻ ആണ് ഇത്. ഒരു മോൾ വാതകത്തിന്റെ വ്യാപ്തം STP എത്രയാണ്? STP എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ അല്ലേ? 273 കെൽവിനും പിന്നെ 180 പ്രഷറിനാണ് STP എന്ന് വിളിക്കുന്നത്. ഓക്കെ, അത് സിമ്പിൾ, നിങ്ങൾക്ക് അറിയാമല്ലോ. ഇവിടെ ഒരു മോൾ വാതകത്തിന്റെ വ്യാപ്തം STP എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എപ്പോഴും അതിന്റെ ആൻസർ എന്ന് പറയുന്നത് 22.4 ലിറ്റർ ആയിരിക്കും. അത് കാണാതെ പഠിച്ചു വെച്ചോണം, 22.4 ലിറ്റർ. അപ്പൊ ചോദിക്കാതെ NH3 വാതകത്തിനും എല്ലാ വാതകത്തിനും അങ്ങനെ തന്നെയാണോ? NH3 വാതകം എടുത്താലും കാർബൺ ഡൈ ഓക്സൈഡ് വാതകം എടുത്താലും സൾഫർ ഡൈ ഓക്സൈഡ് വാതകം എടുത്താലും ഏത് വാതകം എടുത്താലും ശരി തന്നെ അത് ഉൾക്കൊള്ളാൻ എത്ര ലിറ്ററിന്റെ പിന്നെ വോളിയം ഉണ്ടായിരിക്കും. അതിന്റെ വോളിയം എത്ര ആയിരിക്കും? 22.4 ലിറ്റർ എന്ന് പറയുന്നത് അത്രയും സ്ഥലം വേണം. അത്രയും സ്ഥലത്ത് നിൽക്കും ഏത് വാതകം നിൽക്കും. അപ്പൊ ഒരു എന്തോ നിൽക്കും, അമോണിയ വാതകം നിൽക്കും, കാർബൺ ഡൈ ഓക്സൈഡ് വാതകം നിൽക്കും, സൾഫർ ഡൈ ഓക്സൈഡ് വാതകം നിൽക്കും. എത്ര എണ്ണം നിൽക്കും? അവിടെയാണ് വിഷയം. എണ്ണം എന്ന് പറയുന്നത് 6.022 × 10⁻23 എണ്ണം. ഏത് എണ്ണം? NH3 ഇങ്ങനെ എണ്ണി എത്ര എണ്ണം? 6.022 × 10⁻23 എണ്ണം NH3കൾ. NH3 ഒരുമിച്ച് പറഞ്ഞു. NH3കൾ എത്ര എണ്ണം? 6.022 × 10⁻23. അത് നിൽക്കണമെങ്കിൽ, അത്രയും NH3കൾ ഒരുമിച്ച് നിൽക്കണമെങ്കിൽ എത്ര സ്ഥലം വേണം? 22.4 ലിറ്ററിന്റെ സ്ഥലം വേണം. അത്രയുള്ള ഒരു സിലിണ്ടറോ അങ്ങനെ എന്തെങ്കിലും സ്ഥലമോ ഉണ്ട്. അത്രയും സ്ഥലത്ത് പിന്നെ ഇത്രയും NH3കൾ നിൽക്കും. എത്ര NH3കൾ? ഇത്രയും NH3കൾ നിൽക്കും. അത് പിന്നെ കാർബൺ ഡൈ ഓക്സൈഡ് വാതകം എടുത്താലും ഈ സ്ഥലം തന്നെ മതി. പക്ഷേ എത്ര കാർബൺ ഡൈ ഓക്സൈഡ്, എത്ര CO2കൾ കാണും? CO2 എത്ര CO2 കാണും? അത് ഇത് തന്നെ ഏതാ? 6.022 × 10⁻20. SO2 ഗ്യാസ് എടുത്താൽ എത്ര തന്നെയാണ്? 6.022 × 10⁻23. ഇത് ഓൺലി ആപ്ലിക്കബിൾ ഇൻ കേസ് ഓഫ് ഗ്യാസ്. വാതകത്തിന്റെ കാര്യത്തിൽ മാത്രമേ ഇങ്ങനെ ഇത് ആപ്ലിക്കബിൾ ആകൂ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിന് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഒരു മോൾ വാതകത്തിന്റെ വ്യാപ്തം STP എത്രയാണ്? 22.4 ലിറ്റർ. ഇപ്പൊ മോൾ കൺസെപ്റ്റ് എന്ന് പറയുന്ന ഈ ഭാഗത്ത് നമ്മൾ പ്രധാനമായിട്ട് ഓർക്കേണ്ട ഒരു സംഖ്യ കൂടിയാണ് 22.4 ലിറ്റർ. ഇതിനെയാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്? നിങ്ങൾക്ക് നല്ല പരിചയമുള്ള ഒരു വാക്കാണ് ഏത്? മോളാർ വ്യാപ്തം. ഉണ്ടോ? മോളാർ വ്യാപ്തം. അപ്പം ഒരു STPയിലെ മോളാർ വ്യാപ്തം എത്ര ആയിരിക്കും? ഒരു വാതകത്തിന്റെ STPയിലെ മോളാർ വ്യാപ്തം എത്ര ആയിരിക്കും? 22.4 ലിറ്റർ. ഇതിനെ വേണമെങ്കിൽ നമുക്ക് എങ്ങനെ വിളിക്കാം? മോളാർ വ്യാപ്തം എന്നും വിളിക്കാം. അപ്പൊ ആ പദവും നിങ്ങൾക്ക് നല്ല പരിചയമായല്ലോ. ശരിയായി. ഇനി നമുക്ക് ഏതിന്റെ ഇക്വേഷൻ അറിയണം? അപ്പൊ നമ്മൾ എന്തൊക്കെ പഠിച്ചു? ആറ്റങ്ങളുടെ എണ്ണം കാണുന്ന ഇക്വേഷൻ പഠിച്ചു, തന്മാത്രകളുടെ എണ്ണം കാണുന്ന ഇക്വേഷൻ പഠിച്ചു, പിന്നെ മോളിക്കുലർ മാസ് കണ്ടുപിടിക്കുന്നത് പഠിച്ചു, അറ്റോമിക് മാസുകൾ പഠിച്ചു. PSC ഒക്കെ അത്രയൊക്കെ മതി. ഇനി ഏത്? മോൾ ഉണ്ടോ? മോൾ കാണുന്ന വാക്യം ഏത്? മോളുകളുടെ എണ്ണം, അതായത് മോളുകളുടെ എണ്ണം കാണുന്ന വാക്യം. മോളുകളുടെ എണ്ണം കാണുന്ന വാക്യം അത് മാസ് divided by atomic mass. കണ്ടോ? ഈ ഇക്വേഷൻ ഒന്ന് പഠിക്കുക. കണ്ടോ? മാസ് ഡിവൈഡ് ബൈ അറ്റോമിക് മാസ്. ഇനിയും വേറെയുണ്ട് മോളുകളുടെ എണ്ണം കാണുന്ന വാക്യം. മോളുകളുടെ എണ്ണം കാണുന്ന വാക്യം എപ്പോഴും തന്നിരിക്കുന്ന മാസ് ഏത് തരുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ്, ജലം, പിന്നെ SO2 ഇങ്ങനെ തന്മാത്രകൾ തരികയാണെങ്കിൽ ഇവിടെ എന്ത് കൊടുത്തേക്കണം നിങ്ങൾ? മോളിക്കുലാർ മാസ്. ഒരു കാരണവശാലും നിങ്ങളുടെ സംഖ്യ വെച്ച്, അവകാശ സംഖ്യ വെച്ച് ഗുണിക്കേണ്ട കാര്യമില്ല. അപ്പൊ ഇങ്ങനെ ഒരു ഇക്വേഷൻ. ഇനി വാതകങ്ങളുടെ കേസിൽ വ്യാപ്തമൊക്കെ ആയിട്ട് കണക്ട് ചെയ്താണ് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതെങ്കിൽ മോളുകളുടെ എണ്ണം കാണുന്ന വാക്യം, മോളുകളുടെ എണ്ണം കാണുന്ന വാക്യം വ്യാപ്തം ഡിവൈഡ് ബൈ ഏത്? മോളാർ വ്യാപ്തത്തിന്റെ സംഖ്യ എത്ര? 22.4 ലിറ്റർ. അപ്പോൾ അങ്ങനെ ഒരു ഇക്വേഷൻ. അങ്ങനെ 3 ഇക്വേഷനാണ് മോളുകളുടെ എണ്ണം കാണുന്ന ഇക്വേഷൻ. ഏതൊക്കെയാണ്? PSC പരീക്ഷകളിൽ വേണ്ടത്. ഇത് അക്കാഡമിക് ലെവലല്ല. അക്കാഡമിക് ലെവലിൽ നമുക്ക് പിന്നെ മോളുകളുടെ എണ്ണം വെച്ച് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് തന്മാത്രകളുടെ എണ്ണം കാണാം, തന്മാത്രകളുടെ എണ്ണം അറിയാമെങ്കിൽ ആറ്റങ്ങളുടെ എണ്ണം കാണാം. അങ്ങനെ എലാബറേറ്റ് ആയിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള കുറച്ച് പോർഷൻസിലേക്ക് കയറി പോകുന്നത് അക്കാഡമിക് ലെവലിൽ. നമുക്ക് PSCക്ക് ഇത്രയും മതി കേട്ടോ. ഓക്കെ. മോളുകളുടെ എണ്ണം കാണുന്ന ഇക്വേഷൻ മാസ് ബൈ അറ്റോമിക് മാസ്. മോളുകളുടെ എണ്ണം കാണുന്ന മറ്റൊരു വാക്യം മാസ് ബൈ മോളിക്കുലർ മാസ്. മോളുകളുടെ എണ്ണം കാണുന്ന മറ്റൊരു വാക്യം വ്യാപ്തം ബൈ 22.4 ലിറ്റർ. ഇനി ഇപ്പൊ ഇത് വെച്ച് നമ്മളിപ്പോ ചെയ്യുന്നതായിരിക്കും. ഈ 3 ഇക്വേഷൻ ഒന്ന് കീപ് ഇറ്റ് ഇൻ യുവർ മെമ്മറി. ഓക്കെ, ഇത് വെച്ച് നമ്മൾ ചെയ്യുന്നതായിരിക്കും.
നിരവധി കുട്ടികളുടെ ഒരു സംശയം എന്ന് പറഞ്ഞോട്ടെ, മോൾ എന്ന് പറയുന്നത് മോളിക്യൂൾ അഥവാ തന്മാത്ര, ഇതിന്റെ ചുരുക്കമാണോ മോൾ എന്ന് ഒരുപാട് ബേസിക് ആയിട്ട് കെമിസ്ട്രി പിന്നെ അറിഞ്ഞുകൂടാത്തവർക്കൊക്കെ സംശയമുള്ള ഒരു കാര്യമാണ്. മോളിക്യൂൾ എന്നതിന്, അതായത് തന്മാത്ര എന്ന ഈ മോളിക്യൂൾ എന്ന വാക്കിന്റെ ചുരുക്കമാണോ മോൾ എന്ന് പലരും ചോദിക്കാറുണ്ട്. അല്ല. മോളിക്യൂൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ H2O എന്ന് പറയുന്നത് എന്താണ്? ഒരു മോളിക്യൂൾ അല്ലെങ്കിൽ ഒരു തന്മാത്രയാണ് അല്ലേ? ഇത് എത്ര എണ്ണം എടുക്കണം? 6.022 × 10⁻23 മോളിക്യൂൾ. കണ്ടോ? ഇത്രയും എണ്ണം കൂടെ ചേരുമ്പോഴാണ് അതിനെ എന്ത് വിളിക്കുന്നത്? ഒരു മോൾ എന്ന് വിളിക്കുന്നത്. കണ്ടോ? അപ്പൊ വ്യത്യാസമാണെന്ന് മനസ്സിലായില്ലേ? മോളിക്യൂൾ വേറെ, മോൾ വേറെ. മോൾ എന്ന് പറയുന്നതിനകത്ത് അടങ്ങിയിരിക്കുന്നത് എന്തായിരിക്കും? എപ്പോഴും മോളിക്യൂളുകളായിരിക്കും. എത്ര മോളിക്യൂളുകൾ? 6.022 × 10⁻23 എണ്ണം മോളിക്യൂൾ അടങ്ങിയതാണ് ഒരു മോൾ. അപ്പോ ഇതിന്റെ അബ്രീവിയേഷൻ അല്ലെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ? മോളിക്യൂൾ ചുരുക്കി എഴുതുന്നതല്ല മോൾ എന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അതൊന്ന് അറിഞ്ഞിരിക്കുക. ഇനി ഇല്ല, മോളുകളുടെ എണ്ണം കാണുന്ന ഇക്വേഷനിലേക്ക് പോകാം. ഓക്കെ, 24 ഗ്രാം കാർബണിൽ എത്ര മോൾ ഉണ്ട്? എത്ര മോൾ ഉണ്ട്? മോൾ കാണുന്ന ഇക്വേഷൻ അറിയാലോ. മോൾ കാണുന്ന ഇക്വേഷൻ എന്തുവാ? തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന മാസ് ഡിവൈഡ് ബൈ കാർബൺ എന്ന് പറയുന്നത് ആറ്റം ആയിട്ടൊക്കെ പരിഗണിക്കുക. ആറ്റം ആയിട്ടൊക്കെ നോക്കുക. അപ്പൊ അറ്റോമിക മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്തു. മാസ് എത്ര? ക്വസ്റ്റ്യനിൽ 24 ഡിവൈഡഡ് ബൈ കാർബണിന്റെ അറ്റോമിക മാസ് നേരത്തെ ടേബിളിലൊക്കെ പഠിച്ചില്ലേ? 12 പഠിച്ചു. ആൻസർ എത്ര? 2. അപ്പോ 2 മോൾ എന്നുള്ളതാണ് നിങ്ങൾക്ക് ആൻസർ. ഇത് നിങ്ങൾക്ക് ഓപ്ഷനിൽ കാണും 2 മോൾ. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പൊ അത് ഒന്ന് അറിഞ്ഞു. ഇനി അടുത്തത് ഗ്രാം ജലത്തിൽ എത്ര മോൾ ഉണ്ട്? എത്ര മോൾ നോക്കാം. ഇവിടെ ജലം എന്ന് പറയുന്നത് എന്താണ്? അത് മോളിക്യൂളാണ്, തന്മാത്രയാണ്. അതുകൊണ്ട് നമ്മൾ എന്തെഴുതേണ്ടി വരും? മോളിക്കുലാർ മാസ് എഴുതേണ്ടി വരും. എന്ത് കാണാൻ? മോൾ കാണാം. ഉണ്ടോ? മോൾ കാണുന്നതിന് വേറെ ഇക്വേഷൻ പഠിച്ചു. നമുക്കറിയാവുന്ന ഇക്വേഷൻ ആണല്ലോ. ഇത് അറിയാവുന്ന ഇക്വേഷൻ ആണല്ലേ? എത്ര ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന മാസ്? 54. എന്താണ് വിളിക്കണം? മോളിക്കുലാർ മാസ്. മോളിക്കുലാർ മാസ് എന്ന് പറഞ്ഞാൽ ആരുടേതാ? ജലത്തിന്റെ. നമ്മൾ പഠിച്ചില്ലേ മോളിക്കുലാർ മാസ് കണ്ടുപിടിക്കാൻ? അറ്റോമിക മാസേ. കണ്ടോ? അറ്റോമിക് മാസ് ഹൈഡ്രജന്റെ 1 ഗുണം 2+ കൂട്ടണം, ആഡ് ചെയ്യണം. ഓരോ എലമെന്റുകളുടെ അറ്റോമിക് മാസ് ആഡ് ചെയ്യണം. ഓക്സിജൻ അറ്റോമിക് മാസ് എത്ര? 16. എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര വരും? 18. ഇവിടെ 18 കേട്ടോ. അപ്പൊ 57/18 എത്ര വരും? 3. അപ്പൊ 3 മോൾ ആണ് ഏത് പിന്നെ ജലത്തിൽ ഉള്ളത്. ഇവിടുത്തെ ചോദ്യത്തിനകത്ത് 54 ഗ്രാം ജലത്തിൽ എത്ര മോളുകളുണ്ട്? 3 മോൾ ഉണ്ട് എന്ന് പറഞ്ഞാൽ അർത്ഥം എത്ര ജലമുണ്ട്, എത്ര H2O കാണും, എത്ര എണ്ണം കാണും, എത്ര എണ്ണം എന്ന് പറഞ്ഞാൽ മീൻസ് 3 ഗുണം മോളത്ര H2O ഉണ്ടോ? എത്ര എണ്ണം വരും? 6.022 × 10⁻23. മോളിന്റെ സ്ഥാനത്ത് ഞാൻ എഴുതി 6.022 × 10⁻23. എന്തിന്റെ എണ്ണം? H2Oയുടെ എണ്ണം. ഉണ്ടോ? ഇതാണ് ഇതിന്റെ അർത്ഥം. 3 മോളിന്റെ അർത്ഥമാണ് ഞാനിപ്പോ പറഞ്ഞിരിക്കുന്നത്. 3 മോൾ എന്ന് പറയുന്നത് എത്ര H2O കാണും? 3 ഗുണം മോളത്ര 6.022 × 10⁻23. എന്ത്? H2O. ഇത്രയും എണ്ണം കാണും. ഏത്? 3 മോൾ എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? ഓക്കെ. ഇനി ഞാൻ നേരത്തെ പറഞ്ഞില്ലേ 22.4 ലിറ്റർ മോളാർ വ്യാപ്തം ഒക്കെ പറയുന്നത്, അതൊക്കെ STPയിൽ വാതകത്തിന്റെ കേസിലാണ് വരുന്നത്. വാതകങ്ങളുടെ കേസിൽ വരുമ്പോൾ നോക്കിക്കോളൂ. $85 ഗ്രാം 85 ഗ്രാം അമോണിയ വാതകം STPയിൽ സ്ഥിതി ചെയ്യുന്നു. അതിൽ
എത്ര മോൾ അമോണിയ ഉണ്ടാകും? നോക്കാം. നിങ്ങൾ നോക്കൂ, അമോണിയ വാതകം പറഞ്ഞിരിക്കുന്നു, STP പറഞ്ഞിരിക്കുന്നു, മോൾ പറഞ്ഞിരിക്കുന്നു. നിങ്ങൾ പഠിച്ചോണ്ട് ഇക്വേഷൻ ഉണ്ട്, PSCക്ക് പഠിച്ചോണ്ട് വരെ ഇക്വേഷൻ. മോൾ ഈസ് ഈക്വൽ ടു വ്യാപ്തം വോളിയം ഡിവൈഡ് ബൈ 22.4. സിമ്പിൾ. വ്യാപ്തം ക്വസ്റ്റിനി പറഞ്ഞിട്ടുണ്ടോ? വ്യാപ്തം പറഞ്ഞിട്ടില്ല. STP ക്വസ്റ്റിന് നമുക്കൊന്ന് മാറ്റേണ്ടതായിട്ടുണ്ട്. ഇവിടെ ഗ്രാം എന്നുള്ളത് മാറ്റിയിരിക്കുകയാണ്. ക്വസ്റ്റ്യൻ മാറ്റിയാണ്. 44.8 ലിറ്റർ. 44.8 ലിറ്റർ വ്യാപ്തമുള്ള സിലിണ്ടറിൽ STP സിലിണ്ടറിൽ STP എത്ര മോൾ അമോണിയ ഉണ്ടാവും? ഇപ്പൊ കറക്റ്റായി എത്ര മോൾ അമോണിയ ഉണ്ടാവും നോക്കൂ. ഇതാണ് ഇക്വേഷൻ. അപ്പോൾ വ്യാപ്ത ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നു. വ്യാപ്ത ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് 44.8. അപ്പൊ 44.8 ഡിവൈഡ് ബൈ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന സംഖ്യ അല്ല, പിന്നെ ഇക്വേഷനിൽ പഠിക്കുന്ന സംഖ്യ 22.4. ആൻസർ 2 മോൾ. ഇതാണ്. ഒന്നുകൂടി പറഞ്ഞേക്കാം. അമോണിയ വാതകത്തിന്റെ മോളാർ വ്യാപ്തത്തിന്റെ ഒക്കെ ഭാഗത്ത് ക്വസ്റ്റിനകത്ത് എപ്പോഴും വ്യാപ്തം തന്നിരിക്കും. വ്യാപ്തം എത്ര തന്നിരിക്കും? 44.8 ലിറ്റർ. അത് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന വ്യാപ്തമാണ്. ഇക്വേഷന് പഠിച്ചു വെച്ചിരിക്കുന്ന വ്യാപ്തമാണ് 22.4. മോളുകളാണ് കാണുന്ന ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. മോൾ ഈസ് ഈക്വൽ ടു വ്യാപ്തം ബൈ 22.4. അപ്പൊ മോൾ കാണുന്നതിന് 3 ഇക്വേഷൻ. മോൾ ഈസ് ഈക്വൽ ടു മാസ് ബൈ അറ്റോമിക മാസ്. അത് അങ്ങനെയാണ്. പിന്നെ ജലം, പിന്നെ H2O, കാർബൺ ഡൈ ഓക്സൈഡ്, അങ്ങനെയൊക്കെയുള്ള ഐറ്റം അപ്പോൾ തന്മാത്ര ആയിരിക്കും. അപ്പോൾ മോൾ കാണുന്ന ഇക്വേഷൻ മാസ് ബൈ മോളിക്കുലാർ മാസ് എന്ന് പറയുന്ന മറ്റൊരു ഇക്വേഷൻ. പിന്നെ STPയിൽ വാതകവുമായിട്ട് ബന്ധപ്പെട്ട് കണക്ട് ചെയ്യുന്ന മോൾ കാണുന്ന ഇക്വേഷൻ മോൾ ഈസ് ഈക്വൽ ടു വ്യാപ്തം ബൈ 22.4. അങ്ങനെ നമുക്ക് കണ്ടുപോകും. വ്യാപ്ത ക്വസ്റ്റിന് തന്നിരിക്കും. 44.8 ലിറ്റർ വ്യാപ്തമുള്ള സിലിണ്ടറിൽ STPയിൽ ഒരു വാതകം നിറച്ചിരിക്കുന്ന വാതകം ഏതാണ്? അമോണിയാണ്. അതിൽ എത്ര മോൾ ഉണ്ടാവും? ഇനി ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ, ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ കൂടെ പഠിച്ചിട്ട് ഈ ഭാഗവും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നോക്കാം. $224 ലിറ്റർ വ്യാപ്തമുള്ള സിലിണ്ടറിൽ നിറച്ചിരിക്കുന്നു അമോണിയ വാതകം എത്ര മോൾ ഉണ്ടായിരിക്കും? ഉണ്ടാവും. നമുക്ക് ഇത് പ്രീവിയസ് ക്വസ്റ്റൻ ആണ്. നോക്കാം. നമുക്ക് എന്ത് ചെയ്തു? മോൾ കാണുന്ന ഇക്വേഷൻ ഏതാണ്? വ്യാപ്തം ബൈ 22.4. വ്യാപ്തം ബൈ 22.4. വ്യാപ്തം എത്രയാണ്? 224 ഡിവൈഡ് ബൈ 22.4. ഇനി ചിലപ്പോൾ മാത്തമാറ്റിക്കൽ ആപ്ലിക്കേഷൻ എന്ത് ചെയ്തു? മുകളിലും താഴെ ദശാംശം മാറ്റാൻ വേണ്ടി മുകളിലും താഴെ ഞാൻ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അത് മാത്തമാറ്റിക്കൽ ആപ്ലിക്കേഷൻ. ഓക്കെ. അപ്പൊ മുകളിൽ എത്രയായി? 2240. താഴെ എത്രയായി? 224. കട്ട് ചെയ്യുമ്പോൾ എത്ര വരും? 10 ഉണ്ടോ? ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പൊ എത്ര മോൾ ഉണ്ട്? 10 മോൾ ഉണ്ട്. 10 മോൾ. ഞാൻ ചുമ്മാ ഒന്ന് ചോദിച്ചോട്ടെ, 10 മോൾ എന്നതിനകത്ത് എത്ര എത്ര NH3 കാണും? എത്ര NH3 കാണും? ചുമ്മാ നോക്കാം. 10 ഇൻറ്റു മോളെന്ന് പറയുന്നത് എത്ര? ആ സംഖ്യ എത്ര? മോളിന് വരെ എത്ര എഴുതാം? 6.022 10⁻23. എന്ത് കാണും? NH3 കാണും. ഉണ്ടോ? 10 ഗുണം 6.022 10⁻23 NH3 കാണും. എന്തോ NH3 മോളിക്കൂൾ. അപ്പൊ ഒന്നുകൂടി വ്യക്തമായിട്ട് 10 ഇൻറ്റു 6.022 ഇൻറ്റു 10⁻23 NH3 എന്തോ കാണും? മോളിക്യൂൾ തന്മാത്രകൾ NH3 എന്ന് പറയുന്നത് ഇത്രയും എണ്ണം NH3കൾ അടങ്ങുന്നതാണ് ഏത്? 10 മോൾ എന്ന് പറയുന്നത്. 1 മോൾ NH3 എന്ന് പറഞ്ഞാലോ? 1 മോൾ NH3 എന്ന് പറഞ്ഞാൽ എത്രയാണ് അർത്ഥം? 1 മോൾ NH3 എന്ന് പറഞ്ഞാൽ 6.022 ഇൻറ്റു 10⁻23 NH3യുടെ എന്തോന്ന്? മോളിക്യൂൾ തന്മാത്ര. ഇപ്പോൾ ഇത് ക്ലിയർ ആയി എന്ന്
വിഷസ് ചെയ്യും. ഓൾ ദ ബെസ്റ്റ്.